കർത്താവിന് മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും. യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും നമ്മുടെ കർത്താവ് നമ്മെ നടത്തുന്ന വിധങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. നമ്മൾ കരുതാതെ, നമ്മൾ ചിന്തിക്കാതെ, നമ്മൾ പറയാതെ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവം, നമ്മൾ ചോദിക്കാത്തതോടെ നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന സർവശക്തനായ കർത്താവ് എത്ര വലിയവനാണ്. പ്രിയരെ, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്നും, നിത്യ മരണത്തിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വീണ്ടെടുത്തു. ആ ക്രൂശിലെ രക്തത്താൽ നമ്മളെ മക്കളോ വാശുവാക്കി തീർത്തിട്ട് അവിടുത്തെ ദയ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്വന്തം ബലം കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നും നമ്മൾ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹാകരുണയാ അവിടെ നമ്മെ കൊണ്ടുവന്നിരിക്കുക. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം നമ്മെ വഴി നടത്താൻ ശക്തനായിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ജീവപര്യന്തം, ഒരു ദിവസമൊന്നല്ല, ജീവൻ്റെ എൻഡ് വരെ നമ്മെ നടത്താൻ ശക്തിയുള്ള ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവം വേറെ ഉണ്ടോ? ഇല്ല. മറ്റൊരിടത്ത് പറയുന്നു, ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്ത ദൈവം. എൻ്റെ അർത്ഥം, ഇന്നലെ ദൈവം ആരായിരുന്നോ ഇന്നും അതേ ദൈവം, നാളെയും അതേ ദൈവം. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തുന്ന ഒരു ദൈവമല്ല. ഇന്ന് പലരും സാഹചര്യങ്ങൾക്കനുസരിച്ച് വാക്ക് മാറ്റി പറയുമ്പോൾ ദൈവത്തിൻ്റെ ഓരോ വ്യക്തിത്വങ്ങളും എന്ന് മാത്രമാണ്. വ്യാജം പറയാൻ മനുഷ്യനല്ല, അന്ധവിഭാവൻ മനുഷ്യപുത്രനല്ല. താൻ അരുളിച്ചത് നിവർത്തിക്കുന്ന ദൈവം, കൽപ്പിച്ചതിനെ സ്ഥാപിതമാക്കുന്ന ദൈവമാണ് സഹോദരങ്ങളെ നമ്മുടെ ദൈവം. എന്തെങ്കിലും ദൈവം പറഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ടോ? എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അറിയാതെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു പിതാവല്ല നമ്മുടെ ദൈവം. എല്ലാം ഭംഗിയായി അതതിൻ്റെ സമയത്ത് പൂർത്തീകരിക്കാൻ കഴിവുള്ളവനെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. എല്ലാം ഭംഗിയായി. മർക്കോസിൻ്റെ സുവിശേഷം അവൻ സകലവും ഭംഗിയായി ചെയ്തു. കുറ്റമറ്റ രീതി, പെർഫെക്റ്റായി, തികവുള്ളതൊരു ചെയ്യുന്ന ദൈവം. നമ്മൾ ചെയ്ത പലതും പരാജയപ്പെട്ടു, പരിമിതി ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ചെയ്തതൊന്നും പരാജയമല്ല. ദൈവത്തിൻ്റെ വഴി കുറവ് തീർന്നതാണ്, തികവുള്ളതാണ്. അത് കൊടുങ്കാറ്റിലും സമുദ്രത്തിലും മരുഭൂമിയിലുമുണ്ട്. കോടാനുകോടി വഴി എൻ്റെ കർത്താവിൻ്റെ പക്കലുണ്ട്. വിശ്വസിക്കുന്നവർ പറ, കർത്താവേ, ഞങ്ങളുടെ വഴിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യപ്പോൾ. ഇന്നും കർത്താവിനോട് ബലം കൽപ്പിക്കും. നമ്മെ താങ്ങും. ഓരോ ദിവസവും താങ്ങുന്ന കർത്താവ് ആ കരവിന്നും നമുക്ക് വേണ്ടിയാണ്. കീഴേശ്വരക്ക് ഞങ്ങൾ പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം. അതുകൊണ്ടാണ് ഓരോരുത്തന്മാർ പറയുന്നത്, ഈ ദൈവം ഞങ്ങളുടെ സങ്കേതമാണ്, ഞങ്ങളുടെ ബലമാണ്. കഷ്ടങ്ങൾ തുണയെന്നല്ല. ലോകത്തിലെ തുണകളൊക്കെ ചിലപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും, കൂടെ നിൽക്കില്ല. പക്ഷേ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തൊരു തുണയുണ്ട്. അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഇട്ടേറ്റു പോകാത്തവൻ. എത്ര ശ്രേഷ്ഠകരമായ അനുഭവമാണ് നമുക്കിന്ന് പകൽ നന്ദി പറയാൻ
നമുക്കിടയാവല. കൂടപ്പുറപ്പുകളും കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ മാറി നിൽക്കുമ്പോൾ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തൊരു തുണ നമുക്ക് വേണ്ടിയുണ്ട്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ സഹോദരങ്ങളെ? ആ കരുതലും ആ കരുത്തും അവിടുത്തെ ആ കൃപയും കരുണയും ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കരറ്റാം. വളരെ സുപരിതമായ വാക്യം 23-4 വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദാവീദിന്റെ സങ്കീർത്തനമാണ്. താനൊരു ഇടയനായിരുന്നു, പക്ഷേ അനുഭവിച്ചറിഞ്ഞ മനുഷ്യൻ പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാണ്. ആടുകൾക്ക് മുമ്പ് നടക്കുന്ന ഇടയൻ, ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്ത ഇടയൻ, ആടുകളെ സൂക്ഷിക്കുന്ന ഇടയൻ, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തുന്ന ഇടയൻ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്ന ഇടയൻ, പ്രാണനെ തണുപ്പിക്കുന്ന ചുടേറിയ മരുയാത്രയിൽ വേദനകളും സങ്കടങ്ങളും വരുമ്പോൾ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന നല്ല ഇടയൻ, ആശ്വസിപ്പിക്കുന്ന നല്ല ഇടയൻ, ഭുജത്തിൽ വഹിക്കുന്ന നല്ല ഇടയൻ, തള്ളകളെ പതുക്കെ നടത്തുന്ന ഇടയൻ, അവയെ പേർ ചൊല്ലി ഓരോ ആടിൻ്റെയും പേരറിയുന്ന, മകനെ മകളെ എന്ന് വിളിക്കുന്ന നല്ല ഇടയൻ. അവയ്ക്കുള്ളവയെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അറിയേണ്ടതുപോലെ അറിയുന്ന ഇടയൻ. സ്തോത്രം. നമ്മുടെ കുറിവാക്കി ഒന്ന് ശ്രദ്ധിക്കൂ. ദാവീദ് ആ ഇടയനെയാണ് പരിചയപ്പെടുത്തുന്നത്. കുരുൾ താഴ്വര എന്ന് പറയുമ്പോൾ മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടന്നാലും, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ചാലും, അന്ധകാരത്തിൻ്റെയും ഇരുളിൻ്റെയും താഴ്വരയിലൂടെ പോകേണ്ടി വന്നാലും പറയുകയാണ്, ഞാൻ അനർത്ഥത്തെക്കുറിച്ച് ഭയപ്പെടത്തില്ല. നോക്കൂ, യഥാർത്ഥത്തിൽ മരണം അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ അനർത്ഥം വിതയ്ക്കുന്ന സമയമാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ വരുന്ന ഒന്നിനെയും ദാവീദ് പറയുന്നു, ഞാൻ ഭയപ്പെടത്തില്ല. കാരണം യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ, ഈ ആടിനെന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഇടയൻ അറിയണം. അതുകൊണ്ടാണ് പറയുന്നത്, അനർത്ഥത്തിൽ വന്നാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം അനർത്ഥ ദിവസത്തിൽ ഈ ഇടയൻ അവിടുത്തെ കൂടാരത്തിനകത്തന്നെ ഒളിപ്പിക്കും. ആ കൂടാരം പൊളിച്ച് ആ ഇടയൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കാൻ ദാവീദിനറിയാം. ലോകത്തിൽ ഓരോ ഹിംസ്ര ശക്തികൾക്കും സാധ്യമല്ല. അതുകൊണ്ട് പറയുന്നു, കൂരിരുൾ താഴ്വര, മരണത്തിൻ്റെ നിഴലിലൂടെ ഞാൻ നടന്നാലും, വെല്ലുവിളികളുടെ നടുവിലൂടെ നടന്നാലും, പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ നടന്നാലും ഭയപ്പെടാത്തതിൻ്റെ കാര്യം, ഈ ഇടയൻ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഈ ഒരു ഉറപ്പ് എത്ര പേർക്കുണ്ട് സഹോദരങ്ങളെ? നിങ്ങളുടെ തലമുറയുടെ കൂടെ അവർ പോകുന്ന ഇടത്ത്, അവരുടെ ഓഫീസിൽ, അവർ പഠിക്കുന്ന ഇടത്ത്, അവർ മറ്റ് രാജ്യങ്ങളാണ്, അവിടെ നിങ്ങൾ പോകുന്ന ഇടത്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ, ഫേസ് ചെയ്ത സാമ്പത്തിക തകർച്ചകൾ, ചില കുരുക്കുകൾ, ഊരാൻ കഴിയാത്ത ചില വിഷയങ്ങൾ, നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ചില സാഹചര്യങ്ങൾ മുമ്പിൽ സംജാതമാകുമ്പോൾ വിളിച്ചു പറഞ്ഞാൽ ഒരനർത്ഥത്തെപ്പറ്റി, ഒരു ബാധയെപ്പറ്റി, ഒരു വെല്ലുവിളിയെ പറ്റിയും ഞാൻ ആകുലപ്പെടുന്നില്ല. കാരണം എന്നോട് കൂടെ ഇരിക്കുന്നവൻ ആരാന്നറിയാം. സഹായിക്കുന്നവൻ, ശക്തീകരിക്കുന്നവൻ, ബലം കൽപ്പിക്കുന്നവൻ, ഇരുട്ടിൽ വെളിച്ചമുദിപ്പിക്കുന്നവൻ, ഇരുട്ടിലിരുന്നാലും വീണ്ടും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നവൻ, അവിടെ ഇറങ്ങി വരുന്ന സർവശക്തന്റെ സാന്നിധ്യം എനിക്ക് വ്യക്തമായി അറിയാമെന്ന് വിളിച്ചു പറയാൻ
ദാവീദിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവിടുത്തെ വിടുതലുകൾ നമുക്കൊന്ന് ആസ്വദിക്കാം. വിളിച്ചു പറയണം, എല്ലാവരും പറയണം, ഞാൻ എൻ്റെ കുടുംബം ഇനി ഭയപ്പെടത്തില്ല. നല്ലൊരു ഇടയൻ എൻ്റെ കൂടെയുള്ള, കരുതുന്ന ഇടയൻ, വിടുവിക്കുന്ന ഇടയൻ, സൗഖ്യമാക്കുന്ന ഇടയൻ, ഉദ്ധരിക്കുന്ന ഇടയൻ, മരണത്തിൽ നിന്ന് നീക്കുപോക്കുകൾ നൽകുന്ന ഇടയൻ ഞങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവരും ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്താട്ട് സർവശക്തിയുള്ള ദൈവത്തിന് നന്ദി പറയാം, നന്ദി പറയാം. ഭയങ്ങൾ മാറട്ടെ. ഞാനൊരു അനർത്ഥവും ഭയപ്പെടുന്ന ചില ഭയങ്ങൾ നിങ്ങളെ അലട്ടുന്നു. അകത്ത് ഭയം, എന്തെങ്കിലും സംഭവിക്കുമോ, ഇല്ലാതായിത്തീരുമോ, ഇവിടെ ഫുൾ സ്റ്റോപ്പ്. നോ, കർത്താവിൻ്റെ സമയം വരെ തൻ്റെ ജനത്തെ നിർത്തുമെന്നുള്ള വാചനത്തിൻ്റെ ശക്തി, ഞാൻ കൂടെ ഇരിക്കുമെന്ന് പറയുന്ന വാചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം, അങ്ങയുടെ ശക്തിക്കായി സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. മരണത്തിൻ്റെ നിഴൽ പോയാലും അവിടെ കൈവിടാതെ ഇറങ്ങി വരുന്ന ഒരു ദൈവം, ഐസിയുവിൽ ഇറങ്ങി വരുന്ന ദൈവം, തീച്ചൂളയിൽ ഇറങ്ങി വരുന്ന ദൈവം, സിംഹത്തിൻ്റെ കുഴിയിൽ ഇറങ്ങി വരുന്ന ദൈവം, പത്മോസിനകത്ത് ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ സാന്നിധ്യം, നടുക്കടലിൽ ഇറങ്ങി വരുന്ന അങ്ങയുടെ കൽപ്പാടുകൾ, ആ സ്പർശനം, ആ ശക്തി ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഇന്ന് പകൽ അങ്ങയുടെ അത്ഭുതക്കാരൻ നിന്നിട്ടുന്നതിന് സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ മറക്കുന്നതിന് സ്തോത്രം. ഒരനർത്ഥവും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ആരും ഇല്ലെന്ന് ഞങ്ങളിനിയും പറയത്തില്ല. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ഉന്നതൻ കൂടെയുണ്ട്, ബലമുള്ളവൻ കൂടെയുണ്ട്. വിടുവിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ഈ ബലത്തോടെ ഇന്ന് പോകാൻ ഞങ്ങൾ മുമ്പോട്ട് പോകും. സകലമായി തോന്നിക്കുക യേശുവിൻ്റെ നാമം തന്നെ ആമേൻ. അവൻ ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ ബലത്തോടെ മുൻപോട്ട് പോകൂ. നമുക്കൊന്ന് പറയാം, കർത്താവ് മരണത്തിൻ്റെ നിഴലിലും കുരൽ താഴ്വരയിലും ഞങ്ങളുടെ കൂടെയുണ്ട്. ആ കൃത്യക്കാരൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുക. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തേശ്വരൻ നിങ്ങളുടെ സഹോദരൻ പെർസ്പെക്റ്റീവ്.